വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ മൂലധനമാണ്. രണ്ട് മൂലധനങ്ങളാണ് ഇസ്ലാമിന് യഥാർത്ഥത്തിലുള്ളത്. ഒന്ന് ഖുർആനും മറ്റൊന്ന് ആ ഖുർആനുമായി വന്ന പ്രവാചകനും. പ്രവാചകന്റെ പ്രവാചകത്വം തന്നെ അദ്ദേഹത്തിലേക്ക് ഖുർആൻ അവതരിച്ചു എന്നതുകൊണ്ടാണ്. ഖറ ബിസ്മി റബ്ബിക്കല്ലദീ, അദ്ദേഹത്തിന് ഖുർആൻ അവതരിച്ചു എന്നതാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കാനുള്ള കാരണം തന്നെ. ഇത് രണ്ടുമാണ് നമ്മുടെ അടിസ്ഥാന ആധാരശിലകൾ. അതിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്, അവൻ്റെ സൃഷ്ടിയല്ല. ആദ്യകാലത്ത് മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു ദൈവശാസ്ത്രപരമായ ചർച്ച ഉയർന്നു വന്നു. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണോ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണോ? ഒരു ചെറിയ വിഭാഗം ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ ആകൃഷ്ടരായി ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന അവസ്ഥയിലേക്കെത്തി. ആ കാലഘട്ടത്തിലെ ഖലീഫയും ആ അവസ്ഥയിലേക്കെത്തി. പക്ഷേ ലോകത്തെ അതിപ്രഗത്ഭരായ ഇസ്ലാമിക പണ്ഡിതന്മാർ ഒന്നടങ്കം ഇത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്, സൃഷ്ടിയാണ് എന്ന് വന്നാൽ അത് നശിച്ചു പോകും, ഇത് നശിക്കാവതല്ല, ഇത് നശിച്ചു പോയാൽ ഇനി ലോകത്ത് മറ്റൊരു ഗ്രന്ഥം ലോകത്തേക്ക് വരാനില്ല, ഇനി ഒരു പ്രവാചകൻ ലോകത്തേക്ക് വരാനില്ല. ഈ ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇത് അവസാനത്തെ വേദഗ്രന്ഥം എന്നതാണ്. ലാസ്റ്റ് വാർണിംഗ് ആണിത്. ഇത് നശിക്കരുത്, ഇത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന ജനങ്ങളെ അള്ളാഹുവിന് നാളെ പരലോകത്ത് വിസ്തരിക്കാൻ സാധ്യമാകാതെ വരും. കാരണം അവർക്ക് പറയാൻ കഴിയും, ഈ പ്രവാചകന്റെ ആഗമനത്തിന് ശേഷം ഞങ്ങൾക്ക് വസ്തുതകൾ മനസ്സിലായില്ല എന്ന് പറയാനുള്ള ഒരവസരം ലോകത്ത് ജനങ്ങൾക്കുണ്ടാകരുത്. അപ്പൊ ഖുർആൻ നശിക്കുകയില്ല, അനശ്വരമാണ് ഖുർആൻ. ഇന്ന് ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ അതേ ഭാഷയിൽ അതേ സ്വഭാവത്തിൽ ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥമാണ് ഖുർആൻ. അതേ ഭാഷയിൽ അതേ സ്വഭാവത്തിൽ ഒരു വള്ളി വ്യത്യാസം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. പ്രവാചകൻ എങ്ങനെയാണോ തൻ്റെ അനുയായികളെ ഏൽപ്പിച്ചിട്ട് പോയത്, അതിൽ നിന്നും ഒരു വള്ളി വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് ഇന്നേ വരെ ആധികാരികമായ ഒരു വിമർശനവും ഉയർന്നു വന്നിട്ടില്ല. വിശുദ്ധ ഖുർആനെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകൾ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ സമർത്ഥിച്ച ഒരു കാര്യമുണ്ട്, പ്രവാചകൻ ഏതൊരു ഗ്രന്ഥമാണോ അനുയായികളെ ഏൽപ്പിച്ചിട്ട് പോയത് അതിൽ ഒരു കൈകടത്തൽ ലോകത്ത് നടന്നിട്ടില്ല, ലോകത്ത് നടത്താൻ സാധ്യമേ അല്ല. ഇന്നുവരെയും ഒരു കൈകടത്തലും നടത്താതെ അവസാനത്തെ വേദഗ്രന്ഥത്തെ സത്യസന്ധമായി സൂക്ഷിച്ചു എന്നത് ഈ വേദഗ്രന്ഥത്തിന് അനുയായികളായ മുസ്ലിം സമൂഹത്തിന്റെ മാത്രം സവിശേഷതയാണ്. മറ്റാർക്കും ആ സവിശേഷത അവകാശപ്പെടാൻ കഴിയില്ല. ഖുർആൻ തന്നെ പറയുന്നു, യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന, വേദഗ്രന്ഥത്തിൽ അവർ സ്വന്തം കൈകൊണ്ട് എഴുതി ചേർക്കുകയും സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് ദൈവത്തിന്റെ ഭാഗത്തുനിന്നാണ്, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നാണ് എന്നവർ പറയുകയും ചെയ്തു എന്നതാണ് യഹൂദരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത്. കാനൂ യക്തുബൂനൽ കിതാബ ബിഐദിഹിം, വേദഗ്രന്ഥങ്ങളിൽ സ്വന്തം കൈകൊണ്ട് എഴുതി ചേർക്കുകയും ഇത് അള്ളാഹുവിൻ്റെതാണ് എന്ന് പറയാൻ മാത്രമുള്ള ആ മനക്കട്ടിയുള്ളവരാണ്, അത്രയും വലിയ അധർമ്മം പ്രവർത്തിക്കാൻ മാത്രമുള്ള ആ ഒരു ചങ്കൂറ്റമുള്ളവരാണ്, മനസ്സാക്ഷിയില്ലാത്തവരാണ് ഇവർ.
എന്നാണ് വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ വിശുദ്ധ ഖുർആനെ ലോക മുസ്ലിം സമൂഹം ഇന്നുവരെയും പവിത്രമായി സംരക്ഷിച്ചു. അത് ഒരു കൈകടത്തലും അവർ നടത്തിയില്ല എന്ന് മാത്രമല്ല, അതിന് ധൈര്യപ്പെട്ട ഒരു മനുഷ്യൻ ഇന്നവരെയും ഈ സമുദായത്തിൽ ജനിച്ചിട്ടില്ല. ഒരുപാട് വ്യതിയാനങ്ങൾ മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഖിലാഫത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഖുർആൻ സംരക്ഷിക്കുക, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ വേദഗ്രന്ഥത്തെ നാം ഇറക്കി, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആ സംരക്ഷണം നമ്മളെ കൊണ്ട് അല്ലാഹു നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ സംരക്ഷണത്തിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ ഇന്ന് ലോകത്ത് മറ്റേതൊരു വേദഗ്രന്ഥവും വായിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. വേറെ ഒരു ഗ്രന്ഥവും ആ രൂപത്തിലുള്ള പാരായണക്ഷമതയുള്ള ഗ്രന്ഥങ്ങളല്ല. വേറെ ഒരു ഗ്രന്ഥവും ആ അർത്ഥത്തിൽ ലോകത്ത് വ്യാപകമായി പാരായണം ചെയ്യപ്പെടുന്നില്ല. ലോകത്ത് ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്ന എല്ലാ വീടുകളിലും ഒരു ദിവസം പോലും വിടാതെ ഒരുപക്ഷെ പാരായണം നടക്കുന്നുണ്ട് ഈ വേദഗ്രന്ഥം. ഈ 200 കോടിയിൽ അടുത്തു വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ വീടുകളിൽ ഇത് പാരായണം ചെയ്യപ്പെടാത്ത ദിവസമേയില്ല. അതുകൊണ്ടാണ് ഇത് പാരായണം ചെയ്യപ്പെട്ടാലും ഖുർആനിന്റെ ശബ്ദം നിങ്ങൾ കേട്ടാൽ നിങ്ങൾ നിശബ്ദരാകണം. ഖുർആനിന്റെ ശബ്ദത്തിന്റെ മുകളിലേക്ക് നിങ്ങളുടെ ശബ്ദം ഉയരരുത്. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ നിശബ്ദരാകണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹം ഉണ്ടായേക്കാം. ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും ഖുർആൻ ഓതുന്നത് കേട്ടാൽ അവിടെ നമ്മൾ നിശബ്ദമാകണം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പാരായണത്തിന് സദസ്സുകളിൽ ബഹളമുണ്ടാക്കുവാൻ ലാ തസ്മഉ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി ലഅല്ലക്കും തഗ്ലിബൂൻ. ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്. വൽഗൗ ഫീഹി, അവിടെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, ബഹളമുണ്ടാക്കണം, ശബ്ദമലിനീകരണം ഉണ്ടാക്കണം. ലഅല്ലക്കും തഗ്ലിബൂൻ, എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് തീരുമാനിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണ സന്ദർഭങ്ങളിൽ അവർ ബഹളമുണ്ടാക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഖുർആനാണ് ആളുകളെ ഇസ്ലാമിലേക്ക് പരിവർത്തിപ്പിക്കുന്നത്. ഈ ഖുർആനാണ് ആളുകളെ ഇസ്ലാമിലേക്ക് പരിവർത്തിപ്പിക്കുന്നത്. ഇന്ന് ലോകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഏത് സംവിധാനത്തിൽ അന്വേഷിച്ച് നോക്കിയാലും ലോകത്തുനിന്ന് ഏറ്റവും ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. തർക്കമില്ലാത്ത കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫാസ്റ്റ് ഗ്രോവിംഗ് റിലീജിയൻ എന്ന് ഇന്ന് ലോകവ്യാപകമായി അറിയപ്പെടുന്ന ഇസ്ലാമാണ്. ആ ഇസ്ലാമിലേക്കുള്ള ഈ ജനസംഖ്യ വർധനവിന്റെ ഒരു കാരണം ഇസ്ലാമിലേക്കുള്ള പരിവർത്തനമാണ്. മറ്റൊന്ന് ഇസ്ലാമിന്റെ സ്വാഭാവികമായ ജനസംഖ്യാ വളർച്ചയാണ്. മുസ്ലിം സമൂഹത്തിന്റെ സമുദായത്തിന്റെ ജനസംഖ്യാ വളർച്ചയാണ്. മറ്റൊന്ന് ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കടന്നുകൊണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതപരിവർത്തനം എന്ന് പറയുന്ന ഗുരുതരമായ കുറ്റകൃത്യമാക്കി അതിഭീകരമായ ക്രിമിനൽ കുറ്റത്തെക്കാൾ വലിയ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അതിനെ നേരിടാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിലേക്കുള്ള പരിവർത്തനം ഒന്നാമത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എന്നുവെച്ചാൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിൽ സമീപ കാലഘട്ടത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു ഭരണകൂടം കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ കൊച്ചു കേരളത്തിൽ പോലും അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകാം എന്ന അവസ്ഥയുള്ള ഒരു കാലഘട്ടത്തിൽ മതപരിവർത്തനത്തിന്റെ പേരിൽ ക്രൈസ്തവ കന്യാസിമാരും പാതിരിമാരും വ്യാപകമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരിക എന്ന് വെച്ചാൽ ആത്മഹത്യാപരമാണ്. പക്ഷെ എന്നിട്ടും ഇത്രയും കർക്കശമായ നിയമമുണ്ടാക്കി അവർക്കതിന് ചെറുക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖുർആനിന്റെ ആശയത്തിന് അത്യത്ഭുതകരമായ ഒരു മാസ്മരികമായ ശക്തിയുണ്ട് മനുഷ്യരെ അതിലേക്ക് വലിച്ചെടുപ്പിക്കാൻ. കാരണം ഖുർആനാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സോഴ്സ് എന്ന് പറയുന്നത്. ഈ ഖുർആൻ ഇന്ന് ലോകത്തെ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും, ഇന്ത്യയിലെ മുഴുവൻ ഭാഷകളിലേക്കും ഈ ഖുർആൻ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ഭാഷയിലുള്ള ഒരു മനുഷ്യനും ഞങ്ങൾക്ക് ഖുർആൻ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല, ഞങ്ങളുടെ ഭാഷയിൽ ഉണ്ടായിരുന്നില്ല, ഇത് അറബിയിലായിരുന്നു എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിൽ ലോകത്തുള്ള എല്ലാ ഭാഷകളിലും വിശുദ്ധ ഖുർആന്റെ വിവർത്തനവും അതിന്റെ വിശദീകരണവും അതിന്റെ തഫ്സീർ, അതിന്റെ വിശദീകരണം, കേവല വിവർത്തനമുള്ള അതിന്റെ വിശദീകരണം. അതുകൊണ്ടാണ് ലോകത്തിന്റെ ഏത് കാലഘട്ടത്തിലും വിശുദ്ധ ഖുർആന് പുതിയ പുതിയ വ്യാഖ്യാനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു വ്യാഖ്യാനത്തിലും യഥാർത്ഥത്തിൽ ഇത് ആവശ്യമുണ്ടോ എന്ന് ആളുകൾ ചിന്തിക്കുന്ന അവസ്ഥയിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇത് ലോകത്തിന്റെ അവസാനം വരെയുള്ള വേദഗ്രന്ഥമാണ് രണ്ടാമത്തെ സവിശേഷത. ഇനിയൊരു വേദഗ്രന്ഥം ലോകത്തേക്ക് വരാനില്ല. അപ്പൊ സ്വാഭാവികമായും എല്ലാ കാലഘട്ടത്തിലുമുള്ള വികാസ പരിണാമങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആന്തരികമായ കരുത്ത് ഖുർആനികമായ സൂക്തങ്ങൾക്കുണ്ടാകണം. ആരെങ്കിലും പറയുന്നമാർ 6-ാം നൂറ്റാണ്ടിന് വേണ്ടി രചിക്കപ്പെട്ടതല്ല, 6-ാം നൂറ്റാണ്ടിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതല്ല. ലോകത്തിന്റെ അവസാനം വരെയും കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഇനി ലോകത്ത് മറ്റൊരു വേദഗ്രന്ഥം വരാനില്ല. ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരും, ഒരുപാട് വികാസങ്ങൾ വരും, ഒരുപാട് പരിവർത്തനങ്ങൾ വരും, ഒരുപാട് ദർശനങ്ങൾ വരും, ഒരുപാട് വെല്ലുവിളികൾ വരും. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ആന്തരികമായ കരുത്ത് യഥാർത്ഥത്തിൽ വേദഗ്രന്ഥത്തിനല്ലാതെ വേറെ ഒന്നിനും അതിനെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. കാരണം ലോകാവസാനമേ വരാൻ പോകുന്ന മാറ്റത്തെ പറ്റിയുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ് ഈ അന്തിമ വേദഗ്രന്ഥം പ്രപഞ്ചനാഥൻ മനുഷ്യരാശിക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ഒരു കാലഘട്ടത്തിലും ഇത് അപ്രസക്തമായി പോകുന്നില്ല എന്നുള്ളതാണ്. ഏത് കാലഘട്ടത്തിലും പ്രസക്തമാണ് ഇതിന്റെ നിയമങ്ങൾ, ഇതിന്റെ ആശയങ്ങൾ, ഇതിന്റെ തത്വശാസ്ത്രങ്ങൾ. അതുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തിലും പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്ത് വന്നുകൊണ്ടേയിരിക്കും. കാലാനുസൃതമായി മനുഷ്യനെ മുമ്പോട്ട് നയിക്കാൻ കഴിയുന്ന, കാലത്തിന്റെ വികാസ പരിണാമ പ്രക്രിയകൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഉള്ളടക്കത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഖുർആൻ വന്നിരിക്കുന്നത്. മൂന്നാമത്തെ അതിന്റെ സവിശേഷത എന്ന് പറയുന്നത്, ഇത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും വേദഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടാത്ത ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിലില്ല. തിബ്യാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങൾക്കുമുള്ള വിശദീകരണം അതിലുണ്ട്. അതുകൊണ്ട് ഈ വേദഗ്രന്ഥം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഒരു മേഖലയിലും മാർഗദർശനത്തിന് വേണ്ടി, വഴി കണ്ടെത്തുവാൻ വേണ്ടി, നേർവഴി മനസ്സിലാക്കുവാൻ വേണ്ടി, എന്ത് നിലപാട് സ്വീകരിക്കണമെന്നറിയാൻ വേണ്ടി, ഏതാണ് ശരി തെറ്റ് എന്നറിയാൻ വേണ്ടി അവൻ മറ്റൊരു ദർശനത്തിന്റെയും പുറകെ പോകേണ്ട കാര്യമില്ല. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ, വേദഗ്രന്ഥത്തിൽ ഒരു കാര്യവും നമ്മൾ പരാമർശിക്കാതെ പോയിട്ടില്ല. തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യ ജീവിതത്തെ സമഗ്രമായി ഉൾക്കൊള്ളുന്നതാണ് എല്ലാ മേഖലയും. നിങ്ങൾ ജീവിതത്തിന്റെ സാമ്പത്തിക മേഖല എടുക്കുക, സാമൂഹ്യ മേഖല എടുക്കുക, കുടുംബ മേഖല എടുക്കുക, സദാചാര മേഖല എടുക്കുക, അധികാരത്തിന്റെ മേഖല എടുക്കുക, വിശ്വാസത്തിന്റെ മേഖല എടുക്കുക, ആരാധനാപരമായ മേഖല എടുക്കുക, വ്യക്തിബന്ധങ്ങളുടെ മേഖല എടുക്കുക, ഏത് നിങ്ങൾ എടുത്തു നോക്കുക. നിങ്ങൾ ഏത് മേഖല നിങ്ങൾ എടുത്തു നോക്കിയാലും ആ മേഖലയ്ക്ക് ആവശ്യമായ അതാത് കാലാനുസൃതമായി നമുക്ക് ഫിറ്റാക്കാൻ കഴിയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ വേദഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. അത് സമഗ്രമാണ്. അത് കേവലം ആധ്യാത്മികം മാത്രമല്ല. ഇന്ന് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം, വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയുണ്ട്, അത് ആധ്യാത്മികമായ ഗ്രന്ഥങ്ങളാണ്. വിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനെ കേവലം ആധ്യാത്മികമെന്ന് പറയാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂക്തം തന്നെ
കടം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നതാണ് കടം. സൂറത്തുൽ ബഖറയിലെ 282 സൂക്തം എന്ന് പറയുന്നത് ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബുഹ്, നിങ്ങൾ ഒരു നിശ്ചിത കാലാവധിക്ക് നിങ്ങൾ കടം വാങ്ങിയാൽ, ഒന്നാമത് തന്നെ പറയുന്നത് കടത്തിന് നിശ്ചിത കാലാവധി വേണമെന്നാണ്. അനിശ്ചിതമായി കടം വാങ്ങരുത് എന്നാണ്. ഇലാ അജലിൻ മുസമ്മ, കടം വാങ്ങുകയാണെങ്കിൽ കൃത്യമായി അവധി പറഞ്ഞുകൊണ്ട് വേണം വാങ്ങാൻ. എപ്പോഴെങ്കിലും തരാം സൗകര്യം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങരുത്. അതാണ് ആദ്യമായി തന്നെ പറഞ്ഞു. ഫക്തുബൂഹു, നിങ്ങൾ എഴുതി വെക്കണം, എഴുതാതെ ഓർമ്മയിൽ സൂക്ഷിക്കരുത്. എന്നിട്ട് വീണ്ടും പറയുന്നു അതിന് 2 സാക്ഷികൾ വേണം. സാക്ഷികളോടുകൂടി രേഖപ്പെടുത്തി വെക്കണം നിങ്ങൾ കടം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു കാര്യമാണത്. നമ്മൾ ഒരുപാട് ആൾക്കാർ പാലിക്കാത്ത ഒരു കൽപ്പന. നമ്മൾ ആരെങ്കിലും കടം എവിടെയെങ്കിലും എഴുതി വെക്കാറുണ്ടോ? സാക്ഷികളെ വെക്കാറുണ്ടോ? നമ്മൾ എത്രയും പേര് കൈവാങ്ങുന്നു, കടം വാങ്ങുന്നു. പരമാവധി ആരും അറിയല്ലേ എന്നതിന് പേർ ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കടം വാങ്ങുക. ആരും അറിയരുത് എന്നാണ്. എന്റെ കടമല്ല എന്റെ വിഷയം. ഏറ്റവും വലിയ ആയത്ത് എന്ന് പറയുന്നത് കടം വാങ്ങുന്നതും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. കുടുംബത്തിന്റെ ആയത്തുകൾ എത്രയാണ് വന്നിരിക്കുന്നത്? സാമ്പത്തികമായ ക്രയവിക്രയത്തിന്റെ സൂക്തങ്ങൾ എത്രയാണ് വന്നിരിക്കുന്നത്? അപ്പൊ ഇതൊരു ആധ്യാത്മിക ഗ്രന്ഥമല്ലേ ഇത്? ആധ്യാത്മികമായ ആവശ്യങ്ങൾ മുഴുവൻ നിർവഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമഗ്രമായ ജീവിതത്തിന്റെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ. അത് അതിന്റെ സവിശേഷതയാണ്. അതുകൊണ്ടാണ് ഈ ഖുർആൻ യഥാർത്ഥ വ്യക്തി ഉൾക്കൊള്ളുകയാണെങ്കിൽ അവന് മറ്റൊരു ദർശനത്തിന്റെ ആവശ്യമില്ല, അവന് മറ്റൊരു തത്വശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ഇത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്, ഒരു സമുദായത്തിന് മാത്രമുള്ളതല്ല. ഇതൊരു സമുദായത്തിന് മാത്രമുള്ളതല്ല, ഒരു സമുദായത്തിന് ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നിർവഹിക്കാൻ മാത്രമുള്ളതല്ല. ഇത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്. അപ്പോൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ളതും ലോകത്തിന്റെ അവസാനം വരെ നിലനിൽക്കേണ്ടതും മനുഷ്യജീവിതത്തിന്റെ മുഴുവൻ സാകല്യങ്ങളും ഉൾക്കൊള്ളുന്നതുമായ ഈ സമഗ്രമായ ഗ്രന്ഥത്തോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നതുകൂടി ചുരുക്കത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. നമ്മളിപ്പോൾ എല്ലാവരും ഖുർആൻ പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. പഴയ തലമുറയിലെ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഖുർആൻ വായിക്കാൻ അറിയാം. പക്ഷെ ന്യൂജൻ എന്ന് പറയുന്ന കുട്ടികൾക്ക് ഖുർആൻ വായിക്കാൻ അറിയാമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലമാണ്. അത്യന്തം ന്യൂജനായ കുട്ടികൾ, മദ്രസയിലൊന്നും പോകാത്ത കുട്ടികൾ ധാരാളമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അഥവാ ഖുർആൻ വായിക്കാൻ അറിയാത്ത ആളുകളും നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ കുട്ടികൾ അവരുടെ നാവ് ഈ അള്ളാഹുവിന്റെ സൂക്തങ്ങൾക്ക് വഴങ്ങിയേ പറ്റൂ. വഴങ്ങാത്ത ഒരു നാവും നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്കോ പേരക്കുട്ടികൾക്കോ ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ 2ാമത്തെ നമ്മുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ അത് ഹൃദിസ്ഥമാക്കുക എന്നുള്ളതാണ്. ഖുർആൻ അല്പം പോലും മനസ്സിലില്ലാത്ത ഒരു വ്യക്തിയും ഒരുപക്ഷെ ലോകത്തുണ്ടാവുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഓർമ്മയിൽ, ഓർമ്മശക്തി എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വാർദ്ധക്യത്തിന്റെ കഴിഞ്ഞ ശേഷം സുമ്മ തുറദ്ദൂന ഇലാ അർദിൽ ഉമർ, തീവ്ര വാർദ്ധക്യത്തിലേക്ക് ചില ആളുകളെ അല്ലാഹു തആല മാറ്റും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ലികൈലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈആ, എല്ലാം അറിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്ത അൾഷിമേഴ്സ്, ഓർമ്മനാശം, ഡിമൻഷ്യ എന്ന് പറയുന്ന ഗുരുതരമായ ഒരു രോഗമുണ്ട്. മനുഷ്യൻ നിസ്സഹായനായി പോകുന്ന രോഗം. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. വർഷങ്ങൾ അദ്ദേഹം ലോകത്തൊന്നും നടക്കുന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എരിയൽ ഷാരോൺ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം വർഷങ്ങൾ നമ്മുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ്. ഇനി എത്ര ആളുകളുണ്ട്? നമ്മുടെയൊക്കെ കുടുംബങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ ഡിമെൻഷ്യ ബാധിച്ച ആളുകളുണ്ട്. മക്കളെ കണ്ടാൽ പോലും അറിയില്ല. ലികൈലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈആ, എല്ലാം അറിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്തൊരവസ്ഥയ്ക്ക് നമ്മുടെ ഓർമ്മകൾ മാറിപ്പോകും. ഓർമ്മ എന്ന് പറയുന്നത്
അള്ളാഹു നമുക്ക് നൽകിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്താണ്. ജീവിതത്തിൽ എന്ത് വിഷമമുണ്ടായാലും ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന അവസരം അള്ളാഹു നമ്മളെ ആരെയും മാറ്റുമാറാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒരു മനുഷ്യന്റെ ഏറ്റവും നിസ്സഹായമായ അവസ്ഥയാണ്. ആ ഓർമ്മയുടെ സെല്ലുകൾ മനുഷ്യന് വിലപ്പെട്ട അതിലേക്ക് നമ്മുടെ വിശുദ്ധ ഖുർആൻ കടന്നു ചെല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. കുറെ ഭാഗങ്ങൾ നമ്മൾ ഹൃദിസ്ഥമാക്കണം. അല്പം പോലും നമ്മുടെ ഓർമ്മയുടെ സെല്ലുകളിൽ വിശുദ്ധ ഖുർആൻ ഇല്ലാത്ത ഒരു തലച്ചോറായി നമ്മുടെ ഓർമ്മയിലെ സെല്ലുകൾ മാറിപ്പോകരുത്. പക്ഷെ നമ്മളുടെ എല്ലാവരുടെയും സെല്ലുകളിൽ ആ ഖുർആൻ ഉണ്ട്. അപ്പോഴും ഞാൻ പറയുന്നു, പുതിയ തലമുറയ്ക്ക് അതുണ്ടോ? പുതുതായി വളർന്നു വരുന്നവർക്ക് അതുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഖുർആൻ പാരായണം, തിലാവത്തുൽ ഖുർആൻ, അത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ്. നമ്മുടെ നാവെന്ന് പറയുന്ന അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന സംസാരശേഷി, മനുഷ്യനെ പറ്റി പറയുന്നത് തന്നെ അൽ ഇൻസാനു ഹയവാനുൻ നാത്തിക് എന്നാണ്. മനുഷ്യനെന്ന് വെച്ചാൽ സംസാരിക്കുന്ന ഒരു ജീവിയാണ്. മറ്റു ജീവികൾ ആ അർത്ഥത്തിൽ സംസാരിക്കാറില്ല. വേറെ അവരുടേതായ സംസാരം ഉണ്ടാകും. സംസാരമാണ് നമ്മുടെ സമീപനമെന്ന്. നമ്മുടെ സംസാരം നിലച്ചു പോയാൽ 5 മിനിറ്റ് മിണ്ടാൻ പറ്റാതെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പൊ നമ്മുടെ ഈ നാവ് എന്ന് പറയുന്നത്, ഈ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യണം. ഞാൻ സമയക്കുറവിന് കൂടുതൽ ദീർഘിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഈ ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. തഅലീമുൽ ഖുർആൻ, പ്രവാചകന്റെ ദൗത്യം എന്ന് പറഞ്ഞു. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, കിതാബ് പഠിപ്പിച്ചു കൊടുക്കുക. ഇവിടെ പലരും ഉദ്ധരിച്ച പ്രസിദ്ധമായ നിവേദനമുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ്. ഖുർആൻ പഠിപ്പിക്കുക, ഖുർആൻ പഠിക്കുക, അതിന്റെ ആശയം ഉൾക്കൊള്ളുക. പ്രിയപ്പെട്ട സുഹൃത്ത്, ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ ധാരണ ഉണ്ടായിരുന്നു, ഖുർആൻ സാധാരണക്കാർക്ക് മനസ്സിലാകില്ല, പണ്ഡിതന്മാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ഖുർആനെ വെച്ചുകൊണ്ട് ആ സാധാരണക്കാരെ അല്ലാഹു എങ്ങനെയാണ് വിസ്തരിക്കുക? നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷ ഉത്തരവ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് അത് നടപ്പാക്കുമെന്ന് നിങ്ങൾ എങ്ങനെ ചോദിക്കും? ഇന്ന് ആ ചിന്താഗതിയൊക്കെ മാറി. ഇന്ന് എല്ലാ സാധാരണക്കാരും ഖുർആൻ പഠിക്കുന്ന അവസ്ഥയിലേക്ക് എല്ലാ വിഭാഗങ്ങളും മാറി. ഖുർആൻ നമ്മൾ നന്നായി പഠിക്കുക. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആശയം ഉൾക്കൊള്ളുക എന്നാണ്. ഖുർആൻ ശരിക്കും മനസ്സിലാക്കണം. ഖുർആൻ പഠനത്തിന്റെ പല രീതിശാസ്ത്രമുണ്ട്, അതൊന്നും വിശദീകരിക്കാൻ പറ്റുന്ന സമയമല്ല. ഖുർആൻ നമ്മൾ നന്നായി പഠിക്കണം. ഖുർആന്റെ ആയത്തുകൾ, ആശയം നമ്മുടെ മനസ്സിലേക്ക് കയറണം. നമ്മുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകുന്നതാണ്. നമ്മുടെ മനസ്സിന് വലിയ ശാന്തി നൽകുന്നതാണ്. നമ്മുടെ മനസ്സിലെ സംഘർഷങ്ങൾ മുഴുവൻ ലഘൂകരിക്കുന്നതാണ്. നമ്മുടെ ഡിപ്രഷനും ദുഃഖവും എല്ലാം മാറ്റിക്കളയുന്നതാണ് വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ, സൂക്തങ്ങൾ. ആ സൂക്തങ്ങൾ ആശയം മനസ്സിലാക്കി ശരിക്കും പഠിക്കണം. അപ്പൊ പഠനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഠിക്കുക. ഇന്ന് ലോകത്ത് പഠനം വ്യാപകമല്ല, അൽഹംദുലില്ലാ. ഇന്ന് ലോകത്ത് പഠനം വ്യാപകമായിട്ടുണ്ട്. സാധാരണക്കാർക്ക് ധാരാളം ഖുർആൻ അറിയാം, ധാരാളം ആളുകൾ പഠിക്കുന്നുണ്ട്. എന്തിനാണ് ഈ പഠിക്കുന്നത് എന്നും കൂടി 2 വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ പഠിക്കുന്നത് ഫലപ്രദമാകണമെങ്കിൽ 2 ദൗത്യം കൊണ്ട് നമ്മൾ നിർവഹിക്കണം. 5 മിനിറ്റ് കൊണ്ട് അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. 2 ദൗത്യം നമുക്കുണ്ടി പഠിക്കുന്നത്. ഒന്ന്, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. ജീവിതത്തിൽ പകർത്തുന്നില്ല എങ്കിൽ നിങ്ങൾ ഓതിയത് കൊണ്ടോ, നിങ്ങൾ ഹൃദിസ്ഥമാക്കിയത് കൊണ്ടോ, നിങ്ങൾ വായിച്ചത് കൊണ്ടോ, നിങ്ങൾ പഠിച്ചത് കൊണ്ടോ, നിങ്ങൾ എഴുതിയത് കൊണ്ടോ, നിങ്ങൾ കൈകൊണ്ട് നിങ്ങൾ എത്ര ഖുർആൻ സ്റ്റഡി സെന്ററിൽ പോയിരുന്നു നിങ്ങൾ ഈ വിരൽ കൊണ്ട് നിങ്ങൾ എഴുതിയാലും, എത്ര നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ ഖുർആൻ വായിച്ചാലും, എത്ര നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചാലും, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് വരുന്നില്ല എങ്കിൽ ആ പഠനം ഫലപ്രദമാവുകയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ഈ ലോകത്തിന്റെ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുക എന്ന പ്രബോധനപരമായ ദൗത്യം, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇനിയൊരു ലോകത്തിൽ പ്രവാചകൻ വരാനില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ഘടകം, ഈ വെല്ലുവിളിയൊക്കെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്ത് വമ്പൻ പ്രതിസന്ധി നേരിട്ടുകൊണ്ട് പ്രബോധകന്മാരായ ആളുകൾ. ഒന്ന്, ഇത് അനുഷ്ഠിച്ച് ജീവിക്കുന്നവരുടെ ജീവിത വിശുദ്ധി കണ്ടുകൊണ്ടും, മറ്റൊന്ന് ഈ പ്രബോധകന്മാരുടെ പ്രവർത്തനത്തിന് ഫലമായിട്ടാണ് ഈ ആളുകൾ വരുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് നമ്മുടെ ജീവിത വിശുദ്ധി കണ്ടുകൊണ്ട് ആളുകൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയണം. നമ്മളെ കണ്ടുകൊണ്ട് ആളുകൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയണം. പ്രസിദ്ധനായ ഒരു അമേരിക്കൻ പ്രഭാഷകൻ ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞെന്താണ്? ഷോ മീ, ഡോണ്ട് ടെൽ മീ. സിറാജ് വഹാജ്, നമ്മുടെ സുഹ്റാൻ മംദാനിയുടെ ഗുരുവാണ് അദ്ദേഹം, ജീവിച്ചിരിക്കുന്ന ആളാണ്.
കേരളത്തിൽ വന്ന് അദ്ദേഹം പറഞ്ഞു, അമേരിക്കക്കാർ പറയുന്നത് ഷോ മീ ഡോണ്ട് ടെൽ മീ, എനിക്ക് കാണിച്ചു തരൂ, എനിക്ക് പറഞ്ഞു തരണ്ട എന്നാണ്. കാണിച്ചു തരൂ, എനിക്ക് പറഞ്ഞു തരണ്ട. പറയാൻ എല്ലാവർക്കും പറ്റും, കാണിക്കാൻ പലർക്കും. ഷോ മീ, നമ്മൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം എന്താണ് ഈ ഇസ്ലാമിന്റെ മാധുര്യമെന്ന്. മറുഭാഗത്ത് നമുക്കറിയാവുന്ന സുഹൃത്തുക്കളിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം. എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന മേഖലകളിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളെ കൈപിടിച്ചു കൊണ്ടുവരണം. ഏതെങ്കിലും അർത്ഥത്തിൽ ഈ സന്ദേശം ജനങ്ങളിലേക്ക് ആരിലേക്കും എത്തിക്കാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നിർവഹിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും മനസാക്ഷി കൈവച്ച് ചോദിക്കുക, ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. മുമ്പിലുള്ളവൻ മുമ്പിലില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. മുമ്പിലുള്ളവൻ മുമ്പിലില്ലാത്തവർ എത്തിച്ചു കൊടുക്കട്ടെ. അപ്പൊ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന അതിമഹത്തായ ദൗത്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ദൗത്യമൊക്കെ നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് ആർക്കും കഴിയില്ല. അതിന് വ്യവസ്ഥാപിതമായും സംഘടിതമായും പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംവിധാനങ്ങളുമായി ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കഴിയൂ. എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. വ്യവസ്ഥാപിതമായി വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ആളുകളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ ഖുർആൻ പഠിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തിയുണ്ടല്ലോ, ആ പ്രവൃത്തിയിൽ നമ്മൾ കുറച്ച് സമയം നമ്മുടെ വിനിയോഗിക്കുക. ഇങ്ങനെയായാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ഖുർആൻ വായിക്കാണുന്നു, നാവ് കൊണ്ട് നമ്മൾ ഖുർആൻ വായിക്കുന്നു, കൈകൊണ്ട് നമ്മൾ ഖുർആൻ എഴുതുന്നു, കാതുകൊണ്ട് ഖുർആൻ കേൾക്കുന്നു, തലച്ചോറ് കൊണ്ട് ഖുർആൻ സൂക്ഷിക്കുന്നു, ഓർമ്മശക്തി ബുദ്ധി കൊണ്ട് ഖുർആൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതം കൊണ്ടും നാവ് കൊണ്ടും പേന കൊണ്ടും എഴുത്തുകൊണ്ടും പ്രസംഗം കൊണ്ടും ഈ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ആ രൂപത്തിൽ വിശുദ്ധ ഖുർആനോടുള്ള പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ജീവിതം നയിക്കുവാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.